Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. CC ഓണം നല്ലോണം പഠിച്ചോണം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ കുറച്ച് വൊക്കാബുലറി ആണ്. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ കുറേ വാക്കുകൾ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷെ ഇന്ന് നമ്മൾ ഓർത്തിരിക്കാൻ പാകത്തിനാണ് കുറച്ച് വാക്കുകൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ വാക്കുകളിലേക്ക് പോകാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റൂട്ട് വേർഡ് ടെക്നിക്കാണ്. റൂട്ട് വേർഡ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന വാക്കിൽ ഒരു റൂട്ട് വേർഡ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ അർത്ഥം ഓർത്തു വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വാക്ക് വരുമ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ നിന്നും വാക്കുകളെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിന് ബേസിക്കലി നമ്മൾ നോക്കേണ്ടത് എന്താണ്, കുറച്ച് വേർഡ്സ്, റൂട്ട് വേർഡ്സ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പൊ നമ്മൾ ഈ ഒരു റൂട്ട് വേർഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ PUGN, ഓക്കെ, പഗ്, PUGN എന്ന് പറയുന്ന വേർഡ് എവിടെ കേട്ടാലും ഇറ്റ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു ഫൈറ്റ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, PUGN എന്ന് പറയുന്ന ഈ ഒരു വാക്ക് കേട്ടാൽ നമ്മൾ എന്ത് ഓർത്തിരിക്കണം എന്നാണ് പറഞ്ഞത്, ഫൈറ്റ് എന്ന വാക്ക് ഓർത്തിരിക്കുക. ഫൈറ്റ്, ഓക്കെ, മറക്കില്ലല്ലോ, ഫൈറ്റ് എന്നാണ് നമ്മൾ ഓർത്തിരിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് താഴെ കിടക്കുന്ന ഓരോ വാക്കിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പഗ്നേഷ്യസ്? പഗ്നേഷ്യസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാര്, വെരി ഈഗർ ടു ഫൈറ്റ്, അല്ലെ? ഫൈറ്റ്, ആ ഒരു CIOUS എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ആ നേച്ചറിലുണ്ട് വഴക്കടിക്കാനുള്ള ഒരു പ്രവണത, വെരി ഈഗർ ടു ഫൈറ്റ്. അപ്പൊ പഗ്നേഷ്യസ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ എന്ത് വേണം, ഈഗർ ടു ഫൈറ്റ് എന്ന് നമ്മൾ ഓർക്കണം. ഓക്കെ, ഇനി ഇംപ്യൂൺ. ഇംപ്യൂൺ എന്താണ്? ഇംപ്യൂൺ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം, ഇംപ്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾ ചെയ്യുന്നതാണ്. സേ ഫോർ എക്സാമ്പിൾ, ഒരു പരീക്ഷ നടന്നു, അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ തെറ്റാണ്, പക്ഷെ പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പം തെറ്റായിട്ടുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതല്ല. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യും, ചലഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തെറ്റാണ് എന്ന് പറയും. അതാണ് ഇംപ്യൂൺ. എന്താണ് ഇംപ്യൂൺ? ഓക്കെ, അടുത്ത വേർഡ് റിപ്യൂഗ്നന്റ് ആണ്. എന്താണ് റിപ്യൂഗ്നന്റ് എന്ന് പറഞ്ഞാൽ? അതും സെയിം തന്നെയാണ്. ഇറ്റ് മീൻസ് എക്സ്ട്രീംലി അൺപ്ലസന്റ് അല്ലെങ്കിൽ ഒഫെൻസീവ്, അങ്ങനെയുള്ള ഒരു വേർഡ് തന്നെയാണ് റെപ്യൂഗ്നന്റ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. സോ എക്സ്ട്രീംലി അൺപ്ലസന്റ് അല്ലെങ്കിൽ ഒഫെൻസീവ്. ഇനി വാട്ട് ഡു യു മീൻ ബൈ പഗ്നാസിറ്റി? എന്താണ് പഗ്നാസിറ്റി? പഗ്നേഷ്യസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ഈഗർ ടു ഫൈറ്റ്. സോ വാട്ട് ഡു യു മീൻ ബൈ പഗ്നാസിറ്റി? അത് തന്നെ, ഫൈറ്റിംഗ് സ്പിരിറ്റ്, അല്ലെ? ഫൈറ്റിംഗ് സ്പിരിറ്റ്, ആ ഒരു സ്പിരിറ്റ്, അതായത് വളരെ അഗ്രസീവ്നെസ്സോട് കൂടിയുള്ള ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒക്കെ കാണിക്കില്ലേ, അതാണ് എന്ത്, പഗ്നാസിറ്റി എന്ന് പറയുന്നത്. വാട്ട് ഈസ് എക്സ്പ്യൂൺ? എക്സ്പ്യൂൺ, എക്സ്പ്യൂൺ മീൻസ് എന്താ? പ്യൂൺ മീൻസ് യു ആർ ഫൈറ്റിംഗ്. എക്സ്പ്യൂൺ മീൻസ് എന്താണ്? യു ആർ കോൺക്വറിങ് സംതിങ്, അല്ലെങ്കിൽ എന്താ പറയാ, എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ഓവർകം ചെയ്യുന്നു എന്നൊക്കെ ഓർത്താലും മതി. കീഴടക്കുക, അതാണ് കീഴടക്കുന്നെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണം, വെറുതെ കീഴടക്കാൻ പറ്റില്ലല്ലോ. സോ ഫൈറ്റ് ചെയ്ത് കീഴടക്കുക, ടു കോൺക്വർ. മനസ്സിലായോ? ടു കോൺക്വർ. സോ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളിപ്പം PUGN പഗ് എന്ന് പറയുന്ന വേർഡ് വെച്ച് നമ്മൾ ഫൈറ്റ് എന്ന് ഓർത്തു, ഫൈറ്റ് എന്ന് ഓർത്തു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇതൊന്ന് ഡെലീറ്റ് ചെയ്യാണ്, എന്റെ കൂടെ നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കൂ. ഓക്കെ, സോ PUGN മീൻസ് ഫൈറ്റ്. വാട്ട് ഇസ് പഗ്നേഷ്യസ്? പഗ്നേഷ്യസ് മീൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, വെരി ഈഗർ ടു ഫൈറ്റ്, വെരി ഈഗർ ടു ഫൈറ്റ്. മറക്കില്ലല്ലോ, വെരി ഈഗർ ടു ഫൈറ്റ്. ഇംപ്യൂൺ, ഇംപ്യൂൺ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ അർത്ഥം? ഇംപ്യൂൺ മീൻസ് എക്സാമിലെ ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യൽ മാത്രമല്ല, എന്തിനേയും, ക്വസ്റ്റ്യൻസ് എന്നൊരു എക്സാമ്പിൾ മാത്രമാണ്, എന്തിനേയും നമുക്ക് ചലഞ്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ദ ലോയർ ഇംപ്യൂൺ ദ വിറ്റ്നസ് ക്രെഡിബിലിറ്റി. വിറ്റ്നസിന്റെ ക്രെഡിബിലിറ്റി, ആ വിറ്റ്നസ് അവിടെ നിൽക്കാൻ യോഗ്യനാണ്, അല്ലെങ്കിൽ അയാളുടെ ക്രെഡിബിലിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്തു. കണ്ടോ, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു, ആ ഒരു സെന്റൻസ് എന്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? കോടതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സോ ദ ലോയർ ഇംപ്യൂൺ ദി ക്രെഡിബിലിറ്റി ഓഫ് ദി വിറ്റ്നസ്. ഇനി റിപ്യൂഗ്നന്റ് നമ്മൾ പറഞ്ഞു, എന്താണ്? എക്സ്ട്രീംലി അൺപ്ലസന്റ് എന്ന് പറഞ്ഞു, അല്ലെ? അൺപ്ലസന്റ്, അൺപ്ലസന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാണ്, ഹിസ് ബിഹേവിയർ വാസ് ടോട്ടലി റിപ്യൂഗ്നന്റ് ടു എവ്രി വൺ. എല്ലാവർക്കും അൺപ്ലസന്റ് ആയിട്ട് തോന്നി, അല്ലെ? സോ അതാണ് റിപ്യൂഗ്നന്റ് എന്ന് പറയുന്നത്. ഹിസ് പഗ്നാസിറ്റി മെയ്ഡ് ഹിം വെരി ടഫ് ടു നെഗോഷിയേറ്റ്. അവനോട്, അവന്റെ ഈ ഒരു അഗ്രസീവ്നെസ് കാരണം അവനോട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ പഗ്നാസിറ്റി മീൻസ് ആ ഒരു അഗ്രസീവ്നെസ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാരണം ആർക്കും അവരോട് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എക്സ്പ്യൂൺ, എക്സ്പ്യൂൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണത്? എക്സ്പ്യൂൺ മീൻസ് ടു കോൺക്വർ. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയാണ്, ദ ആർമി മാനേജ് ടു എക്സ്പ്യൂൺ ദ ഹെവിലി ഡിഫെൻഡഡ് ഫോർട്ട്. ആ ഒരു ഫോർട്ട് കീഴടക്കാൻ ആർക്ക് പറ്റി?
ആർമിക്ക് പറ്റി. വെറുതെ പറ്റുമോ? ഇല്ല. ഫൈറ്റ് ചെയ്തിട്ട് അവരതിനെ കീഴടക്കി. സോ അതാണ് എക്സ്പ്യൂങ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. സോ ഈ ഒരൊറ്റ വേർഡ് പഠിച്ചാൽ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യുന്നുള്ളത്. ഒരു പാടുമില്ല. ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഓപ്ഷൻസിൽ ഫൈറ്റോ കോൺക്യറോ ഇതൊന്നും ഇല്ല എങ്കിൽ യു ക്യാൻ ഈസിലി അവോയ്ഡ് ദി ഓപ്ഷൻസ്. അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട ട്രിക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്, അടുത്തത് BELL, ബെൽ എന്ന് പറയുന്ന ഒരു വേർഡ് കേട്ടാൽ ബെൽ ഓർക്കണ്ട, ഇറ്റ് മീൻസ് വാർ, യുദ്ധം. മനസ്സിലായോ? ബെൽ മീൻസ് വാർ. ഓക്കെ, സോ ആദ്യത്തെ വേർഡ് ബെലിജറന്റ്. എന്താണ് ബെലിജറന്റ്? ബെലിജറന്റ് മീൻസ് എന്താണ് ബെലിജറന്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം. ഫോർ എക്സാമ്പിൾ, ദ ബെലിജറന്റ് നേഷൻ threatened its neighbor. ദ ബെലിജറന്റ് നേഷൻ threatened its neighbor. അയൽ രാജ്യത്തെ ആ ഒരു ബെലിജറന്റ് ആയിട്ടുള്ള നേഷൻ. ബെലിജറന്റ് നേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? വെരി ഹോസ്റ്റൈൽ, അല്ലെങ്കിൽ വാറിനോട് എപ്പോഴും ഒരു ടെൻഡൻസി കാണിക്കുന്ന, ഒരു അഗ്രസീവ്നെസ് ഉള്ള എന്നാണ് ബെലിജറന്റ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. സോ ദ ബെലിജറന്റ് നേഷൻ threatened ദി നൈബറിംഗ് കൺട്രി. ഓക്കെ, അടുത്തത് ബെല്ലിക്കോസ്. ബെല്ലിക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെല്ലിക്കോസ് ഇറ്റ് ഷോസ് എന്താ പറയാ, വില്ലിങ്നെസ് ടു ഫൈറ്റ്, അല്ലെങ്കിൽ ഒരു ഈഗർനെസ് ടു ഫൈറ്റ്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, ദ ലീഡർ അഡോപ്റ്റഡ് എ ബെല്ലിക്കോസ് ടോൺ എന്ന് പറഞ്ഞാൽ ആ ഒച്ചയിലുണ്ട് അയാൾ ഇപ്പൊ ഫൈറ്റ് ചെയ്യും എന്നുള്ളത് ആ ടോണിൽ ഉണ്ട്. ദ ലീഡർ അഡോപ്റ്റഡ് എ ബെല്ലിക്കോസ് ടോൺ. ഇനി ബെലിജറൻസ്, വീണ്ടും ഇത് ഹോസ്റ്റൈൽ ആണെങ്കിൽ ബെലിജറൻസ് മീൻസ് എന്താണ്? ഹോസ്റ്റിലിറ്റി. അല്ലെ? ഹിസ് ബെലിജറൻസ് സർപ്രൈസ്ഡ് എവരിവൺ. അല്ലെ? ഹിസ് ബെലിജറൻസ് സർപ്രൈസ്ഡ് എവരിവൺ. സോ ഇപ്പൊ നമ്മൾ രണ്ട് വാക്കുകളാണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന് PUGN. എന്താ PUGN? ഫൈറ്റ് എന്ന് ഓർക്കാൻ പഠിച്ചു. അല്ലെ? ബെൽ എന്ന് കേട്ടാൽ നിങ്ങൾ എന്ത് ഓർക്കാൻ പഠിച്ചു? വാർ എന്ന് ഓർക്കാൻ പഠിച്ചു. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അപ്പൊ ഇവിടെ പഠിച്ച വാക്കുകൾ നമുക്കൊന്ന് ഓർക്കാൻ ശ്രമിക്കണം. ലാസ്റ്റ് നമുക്കൊന്ന് ഓർക്കാൻ ശ്രമിക്കും. ഓക്കെ, ഇനി അടുത്തത് ക്രൈമിൻ. ഓക്കെ, ക്രിമിൻ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഓർക്കാൻ എളുപ്പമല്ലേ? ക്രിമിൻ എന്ന് പറയുന്ന വേർഡ് എന്തുമായി ബന്ധപ്പെട്ടിട്ടും എന്തായാലും ഇറ്റ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു എ ക്രൈം. അല്ലെ? റിലേറ്റഡ് ടു ക്രൈം ആയിരിക്കും ക്രിമിൻ എന്ന് പറയുന്ന വേർഡ്. ക്രിമിനൽ ആരാ? അറിയാലോ, വൺ ഹു ഡസ് എ ക്രൈം. അല്ലെ? വൺ ഹു ഡസ് എ ക്രൈം, അതാണ് ക്രിമിനൽ എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് ക്രിമിനലോളജി? ഓളജി, ബോട്ടൺ. ഇപ്പൊ നമ്മൾ പറയും സോഷ്യോളജി, സ്റ്റഡിയാണ്. എപ്പോഴും ഈ ഓളജി എന്ന് പറഞ്ഞ സ്റ്റഡിയാണ്. സോ ക്രിമിനോളജി. എന്താണ് ക്രിമിനോളജി എന്ന് പറയുന്നത്? യെസ്, സയന്റിഫിക് സ്റ്റഡി ഓഫ് ക്രൈം. സയന്റിഫിക് സ്റ്റഡി ഓഫ് ക്രൈം. ഇനി ക്രിമിനേറ്റ്, നല്ലൊരു വേർഡാണ് ക്രിമിനേറ്റ്. ക്രിമിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ക്രിമിനേറ്റ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ദ എവിഡൻസ് മേ ക്രിമിനേറ്റ് ദി സസ്പെക്ട്. ദ എവിഡൻസ് മേ ക്രിമിനേറ്റ് ദി സസ്പെക്ട്. ക്രിമിനേറ്റ് എന്ന് പറഞ്ഞാൽ ടു അക്യൂസ് ഓഫ് എ ക്രൈം. ഓക്കെ, അക്യൂസ് ആവുക. സോ ആ എവിഡൻസ് എന്താ ചെയ്യുന്നത്? ആ സസ്പെക്ടിനെ ക്രിമിനേറ്റ് ചെയ്യുന്നത്. അതായത് ഹി ഈസ് അക്യൂസ്ഡ് ഓഫ് ഹിസ് ക്രൈം. അതാണ് ക്രിമിനേറ്റ് എന്ന് പറയുന്ന വേർഡ്. ഡിസ്ക്രിമിനേറ്റ് സത്യം പറഞ്ഞാൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വരുന്നതല്ല, പക്ഷെ വന്നപ്പോൾ എടുത്തിട്ടൂന്നേ ഉള്ളൂ. ഡിസ്ക്രിമിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക്രിമിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക, അല്ലെങ്കിൽ അൺഫെയർലി ട്രീറ്റ് ചെയ്യുക, നല്ല രീതിയിൽ അല്ലാതെ മോശം രീതിയിൽ ട്രീറ്റ് ചെയ്യുക. അതാണ് ഡിസ്ക്രിമിനേറ്റ് എന്ന് പറയുന്നത്. അല്ലെ? അപ്പം നല്ല രീതിയിൽ ഉപയോഗിക്കാം, ചീത്ത രീതിയിൽ ഉപയോഗിക്കാം. അല്ലെ? അപ്പൊ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? വി മസ്റ്റ് ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ദി ഫാക്ട്സ് ആൻഡ് റൂമേഴ്സ്. വി മസ്റ്റ് ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ദി ഫാക്ട്സ് ആൻഡ് റൂമേഴ്സ്. അപ്പൊ ഇവിടെ നമ്മൾ 3 റൂട്ട് വേർഡ് പഠിച്ചു. ഒന്നും കൂടെ ആലോചിച്ച് നോക്കൂ. PUGN, ഫൈറ്റ്. അല്ലെ? ബെൽ, വാർ. അതുപോലെ ക്രിമിൻ ഇസ് റിലേറ്റഡ് ടു ക്രൈം. ഓക്കെ, 3 വേർഡും പഠിച്ചുല്ലോ. അടുത്തത് യെസ്, വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണിത്? JUR അല്ലെങ്കിൽ JUS, ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ലോ അല്ലെങ്കിൽ റൈറ്റ്. ഇതാണ് നിങ്ങൾ ഈ 2 വാക്ക് കേൾക്കുമ്പോഴും ഓർക്കേണ്ടത്. എന്താണ്? ലോ അല്ലെങ്കിൽ റൈറ്റ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ഷൻ അല്ല, നിങ്ങളുടെ എന്താ പറയാ, അവകാശങ്ങളാവാം, ശരികളാവാം. അല്ലെ? അതാണ് ഈ JUR അല്ലെങ്കിൽ JUS എന്ന് രണ്ടും കേൾക്കുമ്പോൾ നിങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെടുത്തി ഓർക്കണം? ഒന്നുകിൽ ലോ ആവാം, അല്ലെങ്കിൽ റൈറ്റും ആവാം. ഇതിൽ ഏതെങ്കിലും ഒന്നുമായിട്ട് ഇതിന് ബന്ധം ഉണ്ടാവാം. നമുക്ക് നോക്കാം. ആദ്യത്തത് ജുറിസ്പ്രുഡൻസ്. എന്താണ് ജുറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാല്? ജുറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഫിലോസഫി ഓഫ് ലോ. ഫിലോസഫി ഓഫ് ലോ.
ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ടീച്ചറിനെ ഓർക്കൂ, നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിലെ നമ്മുടെ വിനീത് സാറിനെ ഞാൻ ഓർക്കുകയെന്ന് വിചാരിക്കും. വിനീത് സാറിനെ ഓർക്കുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, ഹീസ് ആൻ എക്സ്പേർട്ട് ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ജുറിസ്പ്രുഡൻസ്. ഹീസ് ആൻ എക്സ്പേർട്ട് ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ജുറിസ്പ്രുഡൻസ്. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു ഫിലോസഫി ഓഫ് ലോ അദ്ദേഹത്തിന് വളരെയധികം എക്സ്പേർട്ടാണ് അദ്ദേഹം. ഓക്കെ, സോ ഫിലോസഫി ഓഫ് ലോ, അതാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയട്ടെ, ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ എവിടെയാണ്? ആ ഏരിയയിലാണ് അല്ലെ, അത് വിട്ടാൽ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിലാണ്. ഇപ്പൊ സെഷൻസ് കോടതിയുടെ ആ ഒരു ഏരിയയിലാണ്. സോ ആ ഒരു ലീഗൽ അതോറിറ്റി ഓഫ് ഏരിയ, അതാണ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്, ലീഗൽ അതോറിറ്റി ഓഫ് ഏരിയ. ഓക്കെ, ഇനി അടുത്തത് ജൂറിസ് കൺസൾട്ട് അല്ലെങ്കിൽ കോൺസൾട്ട് എന്താ ചെയ്യുക? അഡ്വൈസ് ചെയ്യും അല്ലെ. ദിസ് ഇസ് JUR is always related to law. Consult means advise ചെയ്യുക. So juris consult means a legal advisor. ആരാണ്? A legal expert or a legal advisor. അടുത്തത് ജുറിഡിക്കൽ. എന്താണ് ജുറിഡിക്കൽ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം? ഈ CAL വരുമ്പോൾ ഇറ്റ് ഇസ് ഓൾവേസ് റിലേറ്റഡ് ടു. സോ റിലേറ്റഡ് ടു, JUR സ്റ്റാൻഡ്സ് ഫോർ ലോ. സോ റിലേറ്റഡ് ടു ലോ അല്ലെ, ജുറിഡിക്കൽ റിലേറ്റഡ് ടു ലോ. ഇനി അടുത്തത് ജസ്റ്റിഷ്യബിൾ. എന്താണ് ജസ്റ്റിഷ്യബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിസ്പ്യൂട്ട് ഇസ് ജസ്റ്റിഷ്യബിൾ ബിഫോർ ദി കോർട്ട്, അതായത് പരിഹരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ കേപ്പബിൾ ഓഫ് ബീയിങ് ഡിസൈഡഡ് ബൈ ദി കോർട്ട്, അതാണ് ജസ്റ്റിഷ്യബിൾ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. ഇനി ഇൻജസ്റ്റിസ്, അനീതി, അതെല്ലാവർക്കും അറിയാം, ഇൻജസ്റ്റിസ്, അനീതി. സോ എപ്പോഴും ഓർക്കുക, JUR അല്ലെങ്കിൽ JUS is always related to law അല്ലെങ്കിൽ റൈറ്റ്. നോക്കിക്കേ, ഫോർ എക്സാമ്പിൾ വീണ്ടും ആദ്യം മുതൽ നമ്മൾ നോക്കുകയാണെന്നുണ്ട് എങ്കിൽ PUGN സ്റ്റാൻഡ്സ് ഫോർ ഫൈറ്റ്, BELL സ്റ്റാൻഡ്സ് ഫോർ വാർ, CRIMIN സ്റ്റാൻഡ്സ് ഫോർ ക്രൈം, JUR അല്ലെങ്കിൽ JUS സ്റ്റാൻഡ്സ് ഫോർ ലോ അല്ലെങ്കിൽ റൈറ്റ്. അപ്പൊ ജൂറിസ്പ്രുഡൻസ് മീൻസ് ഫിലോസഫി ഓഫ് ലോ. എന്റെ ഒപ്പം പറയാൻ ശ്രമിക്കുക. Jurisprudence means philosophy of law. Jurisdiction means area, like legal authority of an area. Juris consult means legal expert. Juridical means related to law. Justiciable means that something that can be decided by the court. Injustice means അനീതി. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ ഒരു 3 വാക്ക് വെച്ച് അപ്രോക്സിമേറ്റ്ലി നമ്മൾ എത്ര വേർഡ്സ് പഠിച്ചു? ഏകദേശം 15ഓളം വാക്കുകളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഈ ഒരൊറ്റ 3 വേർഡ്സ് വെച്ച് ഏകദേശം 15 വാക്കുകളോളം നമുക്ക് കിട്ടി. ഇനി ഇതേപോലെ തന്നെ അടുത്തത്, ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടാവും ഇക്കൂട്ടത്തില്, കാരണം ഇത് കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. LOQ അല്ലെങ്കിൽ LOC അല്ലെങ്കിൽ LOQ എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ നിങ്ങൾ സ്പീക്ക് എന്ന് ഓർക്കണം. എന്തോർക്കണം? സ്പീക്ക് എന്ന് ഓർക്കണം. ഫോർ എക്സാമ്പിൾ എലഗന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്? വളരെ ഫ്ലുവന്റ് ആയിട്ട്, വളരെ പെർസ്വേസീവ് ആയിട്ടൊക്കെ എഴുതാനും പറയാനും അറിയുന്ന ഒരു നേച്ചർ, അതാണ് എലഗന്റ് എന്ന് പറയുന്നത്. കണ്ടോ, അവിടെ LOQ ഉണ്ട്. സോ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു സ്പീക്കിംഗ്. എലഗന്റ് മീൻസ് വൺ ഹു ക്യാൻ സ്പീക്ക് വെരി ഫ്ലുവന്റ്ലി ഓർ വെരി പെർസ്വേസീവ്ലി. ഇനി ലൊക്കേഷ്യസ് എന്ന് പറഞ്ഞാൽ വെരി ടോക്കറ്റീവ്. എന്താണ്? വെരി ടോക്കറ്റീവ്. ഈ ലൊക്കേഷ്യസ് എന്ന് പറയുന്ന വാക്കുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാക്കുണ്ട്, ഗാരുലസ് അല്ലെ. ഗാരുലസ്, ഇത് ഭയങ്കര കോമൺ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സിനോണിമാണ് അല്ലെ. സോ ലൊക്കേഷ്യസ് മീൻസ് വൺ ഹു ടോക്സ് വെരി മച്ച്. അതേ അർത്ഥം തന്നെയാണ് ഗാരുലസ് എന്ന് പറയുന്ന വേർഡിനുള്ളത്. ഇനി സോളിലോക്കി. എന്താണ് സോളിലോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഒറ്റയ്ക്കുള്ള സോളിലോക്കി. ലോക്ക് മീൻസ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു സ്പീക്കിംഗ്. സോളോ, ഒറ്റയ്ക്ക്. സോ ഒറ്റയ്ക്ക് സംസാരിക്കുക, അതാണ് സോളിലോക്കി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത സർക്കംലൊക്യൂഷൻ. അപ്പൊ LOC അവിടെ ഉണ്ട്. വീണ്ടും ഇറ്റ് ഇസ് റിലേറ്റഡ് ടു സ്പീക്ക് അല്ലെ. സർക്കംലൊക്യൂഷൻ, സർക്കം എന്ന് പറഞ്ഞാല് ചുറ്റുപാടും എന്ന് ഓർക്കാം അല്ലെ. അങ്ങനെ ചുറ്റുപാടും എന്ന് ഓർക്കുമ്പോൾ എന്താണ്? അതായത് കറക്റ്റ് ആയിട്ടൊരു പോയിന്റിനെ കുറിച്ച് സംസാരിക്കുക. അതായത് ഇൻസ്റ്റെഡ് ഓഫ് സ്പീക്കിംഗ് ഡയറക്ട്ലി യൂസിങ് മെനി വേർഡ്സ്, ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ടുള്ള വാക്ക് ഉപയോഗിക്കാതെ ചുറ്റി വളച്ച് സംസാരിക്കുന്നതാണ് എന്ത്? സർക്കംലൊക്യൂഷൻ എന്ന് പറയുന്നത്. ഇനി കൊളോക്യൽ, നമുക്കറിയാം ഇൻഫോർമൽ ആയിട്ടുള്ള സംസാരം അല്ലെ. കൊളോക്യൽ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോൺവെർസേഷണൽ ആയിട്ടുള്ള സംസാരം, അതാണ് കൊളോക്യൽ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് യു മീൻ ബൈ ഗ്രാൻഡ് എലഗന്റ്? എന്താ അത്? ഗ്രാൻഡ് എലഗന്റ്, ഗ്രാൻഡ് പാരൻസ് എന്ന് ഓർക്കുവാണെന്നുണ്ടെങ്കിലോ ഇച്ചിരി എന്താ പറയാ,
കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ആലോചിക്കാം നമുക്ക് വെറുതെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. സോ ഗ്രാൻഡ് എലഗന്റ് മീൻസ് ഇംപ്രസീവ് ആണ്, ബട്ട് ഇറ്റ് യൂസസ് മെനി കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജ്. മനസ്സിലായോ? അപ്പം അതാണ് ഗ്രാൻഡ് എലഗന്റ്. അപ്പം LOQ അല്ലെങ്കിൽ LOC എന്ന് പറയുമ്പോൾ നമ്മൾ എന്താലോചിക്കണം? സ്പീക്ക് എന്ന് ആലോചിക്കണം. അപ്പം എലഗന്റ് മീൻസ് എന്താണ്? ഒന്ന് ഒപ്പം പറഞ്ഞു നോക്കാം നമുക്ക്. എലഗന്റ് മീൻസ് വളരെ ഇംപ്രസീവായിട്ട് നന്നായിട്ട് സംസാരിക്കുക അല്ലേ, ഇംപ്രസീവായിട്ട് സംസാരിക്കുന്നതാണ്, ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നതാണ് എലഗന്റ് എന്ന് പറയുന്നത്. ലൊക്കേഷ്യസ് മീൻസ് വൺ ഹു ടോക്സ് സോ മച്ച്, ഒരുപാട് സംസാരിക്കുക, വെരി ടോക്കറ്റീവ്, അതാണ് ലൊക്കേഷ്യസ് എന്ന് പറയുന്നത്. സോളോക്യൂ മീൻസ് ഒറ്റയ്ക്ക് സംസാരിക്കുക. സർക്കം ലൊക്കേഷൻ മീൻസ് ഒരു ഡയറക്റ്റ്ലി ഒരു വേർഡിന് പകരം അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഒരു വാക്കിന് പകരം ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക, അതാണ് സർക്കം ലൊക്യൂഷൻ എന്ന് പറയുന്നത്. കൊളോക്കിയൽ, ഇൻഫോർമൽ അല്ലെങ്കിൽ കോൺവെർസേഷണൽ ലാംഗ്വേജ് ആണ് കൊളോക്കിയൽ. ഗ്രാൻഡ് എലഗന്റ് മീൻസ് ഇംപ്രസീവ് ആണ് ബട്ട് കോംപ്ലിക്കേറ്റഡ് ആണ്, അതാണ് ഗ്രാൻഡ് എലഗന്റ്. അപ്പം ഇതൊന്നും നമുക്കറിയില്ല, ആ ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. LOQ അല്ലെങ്കിൽ LOC വന്നാൽ ഇറ്റ് ഇസ് ഓൾവേസ് റിലേറ്റഡ് ടു സ്പീക്ക്. ഓക്കെ, ഇനി അടുത്തത് TAC അല്ലെങ്കിൽ TIC. ഓക്കെ, ടാക്ക് അല്ലെങ്കിൽ ടിക്ക്. ഇത് വന്നാൽ സൈലന്റ് എന്ന് ഓർക്കുക. ഓക്കെ, സൈലന്റ് എന്ന് ഓർക്കുക. ഇതിനകത്തുള്ള വാക്കുകൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ റെറ്റിസെന്റ് ഒക്കെ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, റെറ്റിസെന്റും ടാസിറ്റോണും ഒക്കെ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ. സോ വാട്ട് ഐ മീൻ ബൈ ദ വേർഡ് ടാസിറ്റ്? ടാസിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ടാസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാതെ ഇംപ്ലൈ ചെയ്യാന്നൊക്കെ പറയില്ല, ഒരു ഒരു സംസാരിക്കാതെ അവർ നമ്മൾ എഗ്രി ചെയ്തുള്ളൊരു കാര്യം അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടില്ല പക്ഷെ അതങ്ങനെയാണ്, അതാണ് ടാസിറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. ഇനി ടാസിറ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് സംസാരിക്കുന്ന ആള്. ടാസിറ്റന്റ് ഓഫീസർ റെയർലി സ്പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൈലന്റ് ആണ്, ബേസിക്കലി അധികം സംസാരിക്കുന്ന ഒരാളല്ല, അങ്ങനെ ഒരു വ്യക്തിയാണ് ടാസിറ്റോൺ എന്ന് പറയുന്നത്. ടാസിറ്റോൺ ഹാബിച്വലി ഹി ഈസ് വെരി അല്ലെങ്കിൽ ഷീ ഈസ് വെരി ക്വൈറ്റ്, അതാണ് ടാസിറ്റോൺ എന്ന് പറയുന്നത്. ഇനി റെറ്റിസെന്റ് എന്ന് പറഞ്ഞാൽ ഹാബിച്വലായിട്ട് അങ്ങനെയാണ് എന്നുള്ളതല്ല, ഷീ ഈസ് അൺവില്ലിങ് ടു ഡിസ്ക്ലോസ് അബൌട്ട് ഹെർസെൽഫ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് റെറ്റിസെന്റ് എന്ന് പറയുന്ന വേർഡിൽ വരിക. അപ്പം ഫോർ എക്സാമ്പിൾ റെറ്റിസെന്റ് ടു സ്പീക്ക് ഫ്രീലി, ഷീ ഇസ് റെറ്റിസെന്റ് അബൌട്ട് എന്താ പറയുക ഹെർ പേഴ്സണൽ ലൈഫ്, അതായത് അവളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അൺവില്ലിങ് ആണ് സംസാരിക്കാൻ, അതാണ് റെറ്റിസെന്റ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. ഈ രണ്ട് വാക്കും എന്ത് തന്നെയാണ്? PYQs തന്നെയാണ്. ഓക്കെ, ഇനി വാട്ട് യു മീൻ ബൈ ടാസിറ്റ്ലി? സോ ടാസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എന്താ പറയാതെ എഗ്രി ചെയ്തിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അങ്ങനെ ആവുന്ന ഒരു കാര്യം അല്ലേ, അത് തന്നെയാണ് എന്ത് ടാസിറ്റ്ലി എന്ന് പറയുന്നത്. വിത്തൗട്ട് ബീയിങ് എക്സ്പ്രസ്ഡ് ഓപ്പൺലി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളിപ്പോൾ ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചതെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിച്ചത്, അപ്പം നമ്മൾ സോഫാർ ഏതൊക്കെ കീവേഡ്സാണ് പഠിച്ചത്? ഒന്ന് PUGN അല്ലേ, PUGN is always related to fight, bell is always related to war അല്ലേ. ഇനി CRIMIN crimin is always related to crime അല്ലേ. JUR അല്ലെങ്കിൽ JUS is always related to law അല്ലെങ്കിൽ right. പിന്നെ LOQ അല്ലെങ്കിൽ LOC is related to speak. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വാക്കിൽ നിന്നും ഒരു 4 വാക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പോലും 1 2 3 4 5 ഏകദേശം ഈ ഒരു 5 റൂട്ട് വേർഡിൽ നമ്മൾ 20-ലധികം വേർഡ്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും FALL FALS, ഫോൾ അല്ലെങ്കിൽ ഫാൾസ്. ആ ഫാൾസ് എന്നുള്ള വേർഡ് തന്നെ ഓർത്താൽ മതി, ഡിസീവ് അല്ലെങ്കിൽ ഫാൾസ്. അപ്പൊ എവിടെ നിങ്ങൾ FAL അല്ലെങ്കിൽ FALS കണ്ടാൽ അത് ഡിസീവ് എന്ന് പറഞ്ഞാൽ ചതിക്കുക അല്ലെങ്കിൽ പറ്റിക്കുക, ആ ഒരു അർത്ഥത്തിൽ അതിനെ കാണുക. സോ വാട്ട് യു മീൻ ബൈ ഫലേഷ്യസ്? എന്താണ് ഫലേഷ്യസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം? തെറ്റായ ആർഗ്യുമെന്റോട് കൂടി. ഇപ്പം ഹിസ് ആർഗ്യുമെന്റ് വാസ് ഫലേഷ്യസ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ഫോൾസ് റീസണിങ് എന്നാണ് അതിന്റെ അർത്ഥം. സോ ഇതിൽ ഫോൾസ് എന്ന് പറയുന്ന വേർഡ് ഉണ്ട്, ഫോൾസ് റീസണിങ്. ഓക്കെ, ഫോൾസ് റീസണിങ്. ഇനി ഫാലസി എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും ഫോൾസ് ബിലീഫ്. ഇനി ഫോൾസിഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക തെറ്റായ രീതിയിൽ. ഫോൾസ്ലി ഒരു കാര്യത്തെ മാനിപ്പുലേറ്റ് ചെയ്യുക, മാനിപ്പുലേറ്റ് ഫോൾസ്ലി. ഇനി ഫോൾസിഫിക്കേഷൻ എന്തായിരിക്കും? വീണ്ടും മേക്ക് സംതിങ്, the act of making something false, അതാണ് falsification. ഓക്കെ, ഇനി falsity means state of being false. അപ്പം
എന്താണ് FAL അല്ലെങ്കിൽ FALS കണ്ടാൽ ഫാൾസ് അല്ലെങ്കിൽ ഡിസീവ് എന്ന അർത്ഥം ഓർക്കുക. ഫലേഷ്യസ് എന്ന് പറയുമ്പോൾ ഫാൾസ് റീസണിങ്, ഫാലസി എന്ന് പറയുമ്പോൾ ഫാൾസ് ബിലീഫ്, ഫാൾസിഫൈ എന്ന് പറഞ്ഞാൽ മാനിപ്പുലേറ്റ് ഫാൾസ്ലി, ഫാൾസിഫിക്കേഷൻ മേക്കിംഗ് സംതിങ് ഫാൾസ്, ആൻഡ് ഫാൾസിറ്റി സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഫാൾസ്. കണ്ടോ? അപ്പൊ ഈ രീതിയിലാണ് വൊക്കാബുലറി പഠിക്കേണ്ടത്. അല്ല നമ്മൾ കൺവെൻഷണൽ മെത്തേഡിലോ നമ്മുടെ ആൽഫബറ്റിക് ഓർഡറിൽ ഒരുപാട് വാക്കുകളൊക്കെ എഴുതി പഠിച്ചാലൊന്നും എവിടെ എത്തത്തില്ല. റെഗുലർലി നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഹിന്ദു പത്രം വായിക്കുക എന്നുള്ളതാണ്. സോ ഈ പഠനവും ഈ പത്രം വായനയും കൂടി ആകുമ്പോൾ പല വാക്കുകൾ നിങ്ങൾ കണക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് ഈ വൊക്കാബുലറി നമുക്ക് പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാനും എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാനും ഡിസ്ക്രിപ്റ്റീവ് എഴുതാനും സാധിക്കുള്ളൂ. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ജോബാണ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നാൽ വിതിൻ നോ ടൈം എക്സാം നടക്കും. എക്സാം നടന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് റിസൾട്ട് വരും, അപ്പോയിന്റ്മെന്റ്സും സ്റ്റാർട്ട് ചെയ്യും. ഒഴിവുകളേക്കാൾ കൂടുതൽ അവസരങ്ങളാണ് എപ്പോഴും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നടക്കാറുള്ളത്. സോ കൃത്യമായിട്ട് പഠിക്കുക. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എക്സാം ആണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റിസൾട്ടോട് കൂടി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു ബാച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ 2nd റാങ്ക് മുതൽ ഇങ്ങോട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇസ് ഓൾവേസ് ബ്ലെസ്ഡ് വിത്ത് റാങ്ക്സ് ഇൻ ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ കോച്ചിങ്ങിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്റ്റീവ് സെഷൻ ഞങ്ങൾ 1-on-1 ഇവാലുവേറ്റ് ചെയ്യും. ആഫ്റ്റർ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എക്സാമ്പിൾസും വർക്കൗട്ട്സും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് ഞങ്ങൾ 1-on-1 ഇവാലുവേറ്റ് ചെയ്ത് തരികയും ചെയ്യും. ഇതാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ക്ലാസ്സസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഏറ്റവും കൂടുതൽ റിസൾട്ട് നേടിയ നമ്മളോടൊപ്പം തന്നെ പഠിക്കുക. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് 8590202323 കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു. CC ഓണം, നല്ലോണം പഠിച്ചോണം.